പ്രിയപ്പെട്ടവരെ, സിവിൽ സർവീസിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്. മുൻകാലങ്ങളിലൊക്കെ സിവിൽ സർവീസിൽ എത്തിപ്പെടണമെങ്കിൽ ഒരു ഫോർച്യൂൺ വേണം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ അത് ഫോർച്യൂണിൽ പഠിക്കണം എന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇത്തവണ റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളിൽ 90% ഈ അക്കാഡമിയിൽ പഠിച്ച ഏതെങ്കിലും ഘട്ടത്തിൽ കോഴ്സ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അതൊരു അഭിമാനകരമായ നേട്ടമായിട്ട് തോന്നുന്നു. ഈ അക്കാഡമിക്ക് എല്ലാ ആശംസകളും അതുപോലെ നേരുകയാണ്. കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാനായിരുന്നു ടെലിവിഷനിൽ വാർത്ത വായിച്ചത്. അപ്പോൾ ആ വാർത്ത വായിക്കുമ്പോൾ കഴിഞ്ഞ തവണ കേരളത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ 4th റാങ്ക് നേടിയ, കേരളത്തിൽ 1ാം സ്ഥാനത്ത് വന്ന വ്യക്തി ഈ അക്കാഡമിയുടെ പ്രൊഡക്റ്റാണ് എന്ന വാർത്ത വായിക്കുമ്പോഴാണ് ഞാൻ കൂടുതലായി ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയുന്നത്. കഴിഞ്ഞ 11 വർഷമായി സിവിൽ സർവീസ് പരിശീലന രംഗത്ത് സ്തുത്യർഹമായ സേവനം നിർവഹിച്ചു വരികയാണ് ഈ പ്രസ്ഥാനം. സ്വാഭാവികമായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രയത്നം ആവശ്യമുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ദീർഘമായ കഠിനാധ്വാനം ആണ് എല്ലാ വിജയങ്ങളുടെയും പിന്നിലുള്ളത്. ഇവിടെ ഇപ്പോൾ ആ കഠിനാധ്വാനവും ഫോർച്യൂണിൻ്റെ പിന്തുണയും കൂടി ആകുമ്പോൾ നിശ്ചയമായും വിജയം ഉണ്ടാകും എന്ന് ഇതിനോടകം ബോധ്യപ്പെടുന്ന ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ 11 വർഷത്തിനിടെ 460 റിസൾട്ടുകൾ ഉണ്ടാക്കാൻ, 460 പേരെ ഓൾ ഇന്ത്യ സർവീസിലേക്ക് അയക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് ഇനി അങ്ങോട്ടും അതേ കൈത്താങ്ങാകാൻ ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, അസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇനി അങ്ങോട്ട് കൈത്താങ്ങാകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ടോപ്പേഴ്സായി വന്ന ആളുകളുമായിട്ട് നേരത്തെ ഒരല്പസമയം മുമ്പ് സംസാരിച്ചു. ശ്രീ ആസിഫ് അലിയും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുകയുണ്ടായി, എങ്ങനെ ഇപ്പോൾ ആസിഫിൻ്റെ ജീവിതത്തിലൊരു ഋതു സംഭവിച്ചതുപോലെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലൊരു ഫോർച്യൂൺ സംഭവിച്ചത് എന്ന് പറയുകയുണ്ടായി. എല്ലാം ഓരോ നിമിത്തങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഒരു മാതൃകയും ഒരു പ്രതീക്ഷയും പ്രചോദനവും ഒക്കെ ആകാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയും എന്ന് മാത്രമല്ല, സിവിൽ സർവീസിൽ കേരളം പ്രൊഡ്യൂസ് ചെയ്ത കേരളീയർ എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി കാണുന്ന ആളുകൾ നമുക്ക് ഈ ടി കെ നായർ സാറടക്കം ഈ വേദിയിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഗൈഡൻസ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്, അസുലഭമായ ഒരവസരമാണ്. അത് ഉപയോഗിക്കാൻ ഇനി അസ്പയറിംഗ് ആയി വരുന്ന ആളുകൾക്കും കഴിയട്ടെ. ദീർഘകാലം ഈ അക്കാഡമിക്ക് ഇതേ പ്രവർത്തനം നടത്താൻ ഇനി അങ്ങോട്ടുള്ള കാലത്തും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.